ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു മട്ടൻ തലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരിത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇടുന്ന ടൈമിന് ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ബീഫായാലും ആടിൻ്റെ തലയായാലും എന്തായാലും പെട്ടെന്ന് വേവ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. നമ്മളുടെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. അപ്പം നമ്മൾ ഇവിടെ മസാല ആദ്യം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക് ഇതൊക്കെ നന്നായിട്ടൊരു ഫ്രൈ പാനിലിട്ടിട്ട് നന്നായി ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി നമ്മൾ ഈ വാട്ടി വെച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ തല ഇട്ട് കൊടുക്കാം. ഇത് പീസാക്കിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ഞങ്ങളിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ ഉപ്പ് ഇട്ടിട്ട് കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ, അത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ ഇത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലായതിന് ശേഷം തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്നും കൂടി കുറുക്കിയെടുക്കാം. ഞാനിവിടെ ഒന്നും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത്ര ലൂസിൽ വേണ്ടാത്തതുകൊണ്ടാണ്. ഇതുപോലെ ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ നന്നായി വറ്റി പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.